ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനിഫെസ്റ്റേഷൻ വേഗത്തിലാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോ. എന്നോട് പലരും ചോദിച്ചിരുന്നു, ലോ ഓഫ് അട്രാക്ഷൻ്റെ പല പ്രാക്ടീസുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് കിട്ടുന്നില്ല. പിന്നെ പല ടെക്നിക്കുകളും ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തതെന്ന്. മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെ ചില മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മളിലേക്ക് വരുന്നുണ്ട്. അത് നെഗറ്റീവായാലും ശരി, പോസിറ്റീവായാലും ശരി. അപ്പോൾ നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളും നമ്മൾ അറിയാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, ഇന്ന് എനിക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ബസ് കിട്ടുമോ എന്ന്. അപ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അപ്പോഴവിടെ എന്താണ് സംഭവിക്കുക? ആ സ്ഥലത്തേക്കുള്ള ബസ് നമുക്ക് സമയത്തിന് കിട്ടാതെ വരും. ഈ രീതിയിൽ നമ്മൾ അറിയാതെ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ നമ്മൾ അത് മാറ്റി ചിന്തിക്കുക പോസിറ്റീവായിട്ട്. ലോ ഓഫ് അട്രാക്ഷൻ നടക്കണമെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് വഴി ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മിലുണ്ടാകും. ഇനി നമുക്ക് ആരോടെങ്കിലും വെറുപ്പോ പകയോ അസൂയോ ഒക്കെ ഉണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവില്ല. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ച് നടക്കാതിരിക്കുക. ഇനി നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്ന കാര്യങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റുക. അപ്പോൾ നമ്മുടെ മനസ്സ് ക്ലീൻ ആകും. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വേഗത്തിലാകും. ഇനി നമ്മുടെ പെയ്ഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മൈൻഡ് ക്ലെൻസിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് സന്തോഷമായിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വിചാരിക്കും, എനിക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ലല്ലോ എന്ന്. ഇതെല്ലാം തന്നെ ഇല്ലെങ്കിലും നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് വേണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മണ്ണുറച്ചു കിടക്കുന്ന വയലിൽ കളകളും പുല്ലുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിലേക്ക് നല്ല വിത്തിട്ടാൽ അതിന് ഫലം കിട്ടില്ല. ആ ഉറച്ചു കിടക്കുന്ന വയൽ ഉഴുതുമറിച്ചതിന് ശേഷം നല്ല വിത്തിട്ടാൽ നല്ല ഫലം ലഭിക്കും. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിൽ നിന്നും മാറ്റിക്കളയുക. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വേഗത്തിൽ നടക്കും. അടുത്ത കാര്യമാണ് സെൽഫ് ലവ്. മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ സ്വയം സ്നേഹിക്കണം. അത് എന്ത് കാര്യം നേടണമെങ്കിലും നമ്മൾ നമ്മളെ സ്നേഹിക്കണം. നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾക്ക് വേണ്ട നല്ലതു മാത്രം ചെയ്യുന്ന, അതായത് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ക്വാളിറ്റികളുള്ള നമ്മളെ നമ്മൾ തന്നെ സ്നേഹിക്കുക. സെൽഫ് ലവ് ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും ആ കാര്യത്തെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് എല്ലാറ്റിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. സ്നേഹമെന്ന് പറയുന്നത് ഒരു വൈബ്രേഷനാണ്. സ്നേഹം എന്ന വികാരം കൂടുതൽ പോസിറ്റീവ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും പോസിറ്റീവ് എനർജി നിറയും. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് മാറും. നമ്മൾ പോസിറ്റീവായിട്ട് മാറുമ്പോൾ നമ്മിലേക്ക് വരുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മളെ സ്വയം സ്നേഹിക്കുക. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. നമുക്കുള്ള എല്ലാ കാര്യത്തിനും നന്ദി പറയുക. അല്ലാതെ എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്ക് ഒന്നിനും കഴിയില്ല എന്നൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ, അതായത് നമ്മുടെ എനർജി ലോ ആകും. നമ്മുടെ എനർജി ഹൈ ആക്കിയാൽ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് മാറും.
മാജിക്കലായിട്ട് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും നിങ്ങളിലേക്ക് തിരിക്കാൻ, അതായത് എല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ഒരു സ്വിച്ചാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് രാവിലെ ഉണർന്നാലുടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. ഇനി നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോഴും ഒക്കെ നന്ദി പറയുക. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താൽ ആ സമയം തന്നെ അവർക്ക് നന്ദി പറയുക. അപ്പോൾ എല്ലാ കാര്യത്തിനും നന്ദി പറയുക. ഇനി നമ്മൾ ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോൾ ഈ പ്രപഞ്ചം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നന്ദി പറയാനുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. നിങ്ങൾക്കൊരു ജോലി, അത് നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു, അത് കിട്ടാതെ പോയി. അപ്പോൾ കിട്ടാതെ പോയതിൻ്റെ കാരണം നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കുറവാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും നന്ദി പറയുക. ഈ പ്രപഞ്ചം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഗ്രാറ്റിറ്റ്യൂഡാണ്. അടുത്തതായിട്ട് ക്ഷമ. നമ്മൾ ഒരാഴ്ച എല്ലാം പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിൽ ആ കാര്യം നമ്മൾ വിട്ടിട്ട് പോകും. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രപഞ്ചത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിന് സമർപ്പിച്ചിട്ട് പ്രപഞ്ചത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കിട്ടിയില്ല എങ്കിൽ അവിടെ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ പ്രപഞ്ചം തരുമെന്ന് വിശ്വസിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഫീലിങ്സ് ആണ്. നമ്മൾ ഏതൊരു പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഫീലിങ്സോട് കൂടി ചെയ്യുക. ഫീലിങ്സിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തോടൊരു കാര്യം പറയുമ്പോൾ വളരെ ഫീലോടുകൂടി പറയുക. നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോഴുള്ള ഫീൽ എന്തായിരിക്കും, ആ ഒരു ഫീലോടുകൂടി വേണം നമ്മളൊരു പ്രാക്ടീസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ബായ്.